ഹായ് കൂട്ടുകാരെ, നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് രുചികരമായ മാക്രോണിയാണ്. മാക്രോണി ഒന്ന് വേവിച്ചെടുക്കണം. അതിനാവശ്യമായ ഉപ്പ്, അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കണം. ഇവ തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഈ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നത്. ഈ മാക്രോണി ഫുള്ളായി വെന്ത് പോകരുത്, ഒരു 1/4 ഭാഗമേ വേകാവൂ. 1/4 ഭാഗം വെന്ത മാക്രോണി കോരി മാറ്റിയ ശേഷം അടുപ്പത്ത് ഒരു പാൻ വെച്ച് അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ, അതിലേക്ക് നമ്മൾ ആവശ്യത്തിനുള്ള വെളുത്തുള്ളി, ആവശ്യത്തിനുള്ള ഇഞ്ചി, പച്ചമുളക് ഇത്രയും ഇട്ട് കൊടുത്ത് ഇവയൊന്ന് ചെറുതായി മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുന്ന സമയത്ത് അതിലേക്ക് 1-2 സവാള, മാക്രോണിയും എത്രയുണ്ടോ അതിനനുസരിച്ചുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുക്കുക. അതൊന്ന് വൃത്തിയായി വഴണ്ട് വരുന്ന സമയത്തേക്ക് അതിലേക്ക് നമ്മൾ തക്കാളി പഴം കൂടെ ഇട്ട് കൊടുക്കണം. അതും മാക്രോണിയുടെ ആവശ്യത്തിനുള്ള, എത്ര മാക്രോണിയാണോ നിങ്ങൾ എടുത്തേക്കുന്നത് അതിനാവശ്യത്തിനുള്ള തക്കാളിയും കൂടെ ഇട്ട് കൊടുത്ത് നല്ല വൃത്തിയായി വഴറ്റിയെടുക്കുക. വഴറ്റിയെടുത്ത ശേഷം നമുക്കതിൽ മസാലപ്പൊടികളാണ് ഇടേണ്ടത്. ആദ്യം ആവശ്യമുള്ള മുളക് പൊടി, കുരുമുളക് പൊടി, അത് കഴിഞ്ഞ് മഞ്ഞൾപ്പൊടി, അതിലേക്ക് ചിക്കൻ മസാല, ഉപ്പ്, ഇത്രയും ഇട്ട് ഇളക്കി അതിൻ്റെ പച്ച ചെവ മാറുന്നവരെ ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള ടൊമാറ്റോ സോസ് എത്ര വേണമെങ്കിലും ഒഴിക്കാം. സോയാ സോസ് ഉണ്ടെങ്കിൽ അത് ഒഴിക്കാം. നമ്മുടെ അതില്ലാത്തതുകൊണ്ട് ടൊമാറ്റോ സോസാണ് ഒഴിച്ചിരിക്കുന്നത്. ടൊമാറ്റോ സോസ് ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. സോയാ സോസ് ഒഴിച്ചാലും നല്ല ടേസ്റ്റ് കിട്ടും. ഉള്ളവർ അത് ഒഴിച്ച് മിക്സ് ചെയ്ത് അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക. മാക്രോണി വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം, 1/4 വേവായ മാക്രോണിയാണ്, അതിനാവശ്യത്തിനുള്ള വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി. ഇതൊന്ന് തിളച്ച് വരുമ്പോൾ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന മാക്രോണി അതിലേക്ക് ഇട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്കും നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന മുട്ടയും കൂടെ ഇതിലിട്ട് കഴിഞ്ഞാൽ നല്ല രുചി കിട്ടും. അതുകൊണ്ട് പുഴുങ്ങിയ മുട്ട ചെറിയ ചെറിയ പീസുകളാക്കി ഇതിനകത്ത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അതൊന്ന് മിക്സ് ചെയ്ത് അതിലേക്ക് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്താൽ രുചികരമായ മാക്രോണി തയ്യാർ. ഇതെല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം, നല്ല ടേസ്റ്റാണ്. ഞങ്ങൾ കഴിച്ചു നോക്കിയപ്പോൾ നല്ല രുചികരമായ ടേസ്റ്റാണ്. സോസിൻ്റെയും ആ മസാല കൂട്ടിൻ്റെയും മുട്ടയുടെയും എല്ലാം നല്ലൊരു ഫ്ലേവറും നല്ല രുചിയും എല്ലാം ഉണ്ട്. നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണം. ഇതിന് മാക്രോണിക്ക് വലിയ വിലയൊന്നുമില്ല. 200 ഗ്രാമിന് ഏതാണ്ട് 30 രൂപ എങ്ങാണ്ടേ ഉള്ളൂ. 30 രൂപയ്ക്കാണ് നമ്മൾ മേടിച്ചത്. നല്ല രുചികരമായ ഒരു സാധനമാണ് മാക്രോണി. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. നാളെ അടുത്ത വീഡിയോയുമായി കാണാം.